മൈവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷവും മുൻപും EVMകളിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി പറയുന്നുള്ളത്. ഈ വിഷയത്തിൽ വലിയ ആശങ്കയാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്നുള്ളത്. സ്വന്തം മണ്ഡലമായിട്ടുള്ള അമേത്തിയിൽ പോലും ഇത് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന കാര്യം. വ്യക്തമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ രാജ്നാഥ് സിംഗിന്റെ മണ്ഡലമായിട്ടുള്ള ലക്നൌവിൽ ഒരു സുരക്ഷാ സംവിധാനവുമില്ലാതെ ട്രക്കുകളിൽ, പരസ്യമായി സുരക്ഷാ സംവിധാനമില്ലാതെ ട്രക്കുകളിൽ EVM മെഷീനുകൾ കൊണ്ടുപോകുന്നതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യം നമ്മൾ കണ്ടതാണ്. അതിനെ പ്രതിരോധിച്ച് വന്നവരോട് പച്ചക്കള്ളം പറഞ്ഞ് ഇല്ലാ കഥകൾ ഉണ്ടാക്കി അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു സംഘപരിവാർ സൈബർ പോരാളികൾ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അമേത്തിയിലെ പല ബൂത്തുകളിലും EVM മെഷീനുകളിൽ അട്ടിമറി നടന്നതിൻ്റെ തെളിവുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, അമേത്തിയിൽ സ്ട്രോങ് റൂമിൽ നിന്നും EVMകൾ ട്രക്കുകളിലേക്ക് കയറ്റിക്കൊണ്ടു പോകുന്നതിൻ്റെ ദൃശ്യം രാഹുൽ ഗാന്ധി തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് നേതൃത്വം തന്നെ പുറത്തുവിട്ടിരുന്നു. അങ്ങനെ പലയിടങ്ങളിലും ഗുരുതരമായ ഒരു പ്രശ്നമാണ് EVMകളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളത്. അത് മാത്രമല്ല, പലയിടങ്ങളിലുമുള്ള മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് താമര ചിഹ്നത്തിലേക്ക് വോട്ടുകൾ പോകുന്നു എന്നുള്ളതാണ്. അതായത് ഏത് ചിഹ്നത്തിലേക്കും വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആ വോട്ട് എത്തുന്നത് അല്ലെങ്കിൽ VVPAT കാണിക്കുന്നത് താമര ചിഹ്നമാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നും കൂടി രാഹുൽ ഗാന്ധി ചോദിക്കുന്നു. അതായത് മറ്റിടങ്ങളിൽ മറ്റുള്ള ചിഹ്നങ്ങളിലോട്ട് എന്തുകൊണ്ട് വോട്ടുകൾ പോകുന്നില്ല, അല്ലെങ്കിൽ VVPAT മറ്റുള്ള ചിഹ്നങ്ങൾ എന്തുകൊണ്ട് കാണിക്കുന്നില്ല, മറിച്ച് BJPയിലേക്ക് മാത്രമാണ് ഇങ്ങനെ പോവാറുള്ളത്? അത് എങ്ങനെ ഒരു സാങ്കേതിക തകരാറാകും? അത് സാങ്കേതിക തകരാറല്ല, മറിച്ച് ആസൂത്രിതമായ ഒരു നീക്കം EVM മെഷീനുകൾക്ക് പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പലയിടങ്ങളിലും EVM മെഷീനുകളിൽ അട്ടിമറി നടത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി പറയുന്നുണ്ട്, ഞങ്ങൾ അധികാരത്തിലേറിയാൽ തന്നെ, ഇതിനെയൊക്കെ പ്രതിരോധിച്ച് ഞങ്ങൾക്ക് അധികാരം ലഭിച്ചാൽ തന്നെ നമ്മൾ ആദ്യം ഏറ്റവും വലിയ ഒരു വിഷയമാക്കി തീർക്കുന്നത് ഈ വോട്ടിംഗ് മെഷീൻ സംഭവം തന്നെയാണ്. ഈ വോട്ടിംഗ് മെഷീനിലെ ഈ ക്രമക്കേടുകൾ എങ്ങനെ ഇല്ലായ്മ ചെയ്യാമെന്നുള്ളതിൻ്റെ ഏറ്റവും വസ്തുതാപരമായിട്ടുള്ള നീക്കമായിരിക്കും ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ ആദ്യം ചെയ്യുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടക്കണമെന്നുണ്ടെങ്കിൽ EVM മെഷീനുകളിലെ ഇത്തരം ക്രമക്കേടുകൾ പരിഹരിക്കേണ്ടത് ഭരണകൂടത്തിന്റെ ആവശ്യമാണ്. ബംഗാളിൽ മമത പറഞ്ഞില്ലേ, കേന്ദ്രസേനയുടെ വേഷത്തിൽ RSSകാർ വരെ വന്നിട്ടുണ്ട്, പോളിംഗ് ബൂത്തുകളിൽ അട്ടിമറി നടക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. അതിനോട് താൻ പരിപൂർണമായും കൂറുപുലർത്തി യോജിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത്. ഇലക്ഷൻ കമ്മീഷൻ ബംഗാളിലെടുത്ത നടപടികളൊക്കെ തീർച്ചയായും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണെന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി പറയുന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം.